ജീവനാഥ എൻ്റെ ഉള്ളിൽ പെയ്യുമോ മഴയായി, നീറുമെൻ്റെ ഹൃത്തിനുള്ളിൽ വാഴുമോ കുളിരായി, നിൻ ദിവ്യരൂപം കാണുന്നു ഈ അപ്പത്തിൽ ഞാൻ ഈശോയെ. ഉദ്ധിതനായ ഈശോയെ, അങ്ങയെ ഉപേക്ഷിച്ച് സ്വന്തം കഴിവിൽ ആശ്രയിച്ച് പകലന്തിയോളം കഷ്ടപ്പെട്ടിട്ടും ഒന്നും കിട്ടാതെ നിസ്സഹായനായി നിൽക്കുന്ന പത്രോസിനെ സമൃദ്ധിയിലേക്ക് നയിച്ച തമ്പുരാനെ, അങ്ങയെ ഞങ്ങൾ സ്തുതിച്ചാരാധിക്കുന്നു. കർത്താവെ, അങ്ങയെ മറന്ന് ജീവിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നേട്ടങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി സ്വന്തവും ബന്ധവും മറന്ന് കലഹത്തിൽ കഴിയുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുദിന ദിവ്യബലിയിൽ പങ്കെടുക്കാതെ, കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരാതെ, എനിക്കിതൊന്നും ആവശ്യമില്ല, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് അഹങ്കരിച്ച് പാപത്തിൽ മുഴുകി ജീവിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞായറാഴ്ചയും കടവുള്ള ദിവസങ്ങളിലും പള്ളിയിൽ പോകാതെ അങ്ങയെ മറന്ന് ആ സമയം കൂടി ജോലിക്കും മറ്റ് പല കാര്യങ്ങൾക്കുമായി ചെലവഴിച്ചിട്ട് ജീവിതത്തിൽ അവസാനം എല്ലാം ചീട്ട് കൊട്ടാര പോലെ ഒരു നിമിഷം കൊണ്ട് തകർന്ന അവസ്ഥയിൽ പത്രോസിനെ പോലെ നിൽക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് കർത്താവെ ഇന്ന് കടന്നു ചെല്ലണമേ. അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും വിശുദ്ധ ഔസേപിതാവിന്റെയും മാധ്യസ്ഥവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും നമ്മളോടും നമ്മുടെ ഭവനത്തോടും നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവനാഥ എൻ്റെ ഉള്ളിൽ പെയ്യുമോ മഴയായി, നീറുമെൻ്റെ ഹൃത്തിനുള്ളിൽ